മറ്റു വാർത്തകളിലേക്ക് സ്വർണ്ണക്കടത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി DRI. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ ഇവർ മുൻപും സ്വർണം കടത്തിയതായി വിലയിരുത്തൽ ഉണ്ട്. വിമാനത്താവളത്തിലെ മുൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സേതു, സന്തോഷ്, ഗോകുൽ എന്നിവരെയും സ്വർണ്ണക്കടത്ത് സംഘത്തിലെ അംഗം മലയാറ്റൂർ സ്വദേശി ജെറിൻ ബൈജുവിനെയും ആണ് DRI സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഇതൊരു ചെയിൻ സമ്പ്രദായം അല്ലെങ്കിൽ ചെയിനായി വർത്തിക്കുന്നു. വലിയ തോതിൽ ഇതിനു മുമ്പും സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെയാണോ ഒരു പ്രാഥമികമായ നിഗമനം? അഭിലാഷ്, ആ രീതിയിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. നേരത്തെയും ഇവർ സ്വർണം കടത്തിയതായിട്ട് ഇവർക്ക് വ്യക്തമായ വിവരങ്ങളുണ്ട്. 1600 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചതിന് നേരത്തെ ആരോഗ്യ വിഭാഗത്തിലെ തന്നെ ഉദ്യോഗസ്ഥനായ ലിബിൻ ബോണി എന്ന് പറയുന്ന ആളെ കഴിഞ്ഞ മാസം DRI അറസ്റ്റ് ചെയ്തിരുന്നു. അത് ഇയാളിൽ നിന്നുമാണ് ഇത്തരമൊരു കണ്ണിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. കാരണം ഇതുപോലെ ഈ സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. നെടുമ്പാശ്ശേരിയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ DRI അന്വേഷണവും നിരീക്ഷണവും എല്ലാം ശക്തമാക്കുകയും ചെയ്തത്. അതാണിപ്പോൾ 3 പേരുടെ ഒരു അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ തവണ ഇവർ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്താവളത്തിലെ മുൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സേതു, സന്തോഷ്, ഗോകുൽ എന്നിവരെയാണ് ഇപ്പോൾ DRI അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇവരെ കുറിച്ച് വ്യക്തമായ രീതിയിലുള്ള എത്രമാത്രം സ്വർണം കടത്തിയിട്ടുണ്ട്, ആരൊക്കെയാണ് ഇവർക്ക് ഈ സ്വർണം എത്തിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൽ അംഗമായ മലയാറ്റൂർ സ്വദേശി ജെറിൻ ബൈജുവിനെ പിടിയിലായിരുന്നു. അപ്പോൾ ഇത് സുശക്തമായൊരു സംഘം തന്നെ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുന്നത്. വിമാനത്താവളത്തിലെ ജീവനക്കാരെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരിടവേളയ്ക്ക് ശേഷമാണ് നെടുമ്പാശ്ശേരിയിൽ ഈ രീതിയിലുള്ള ഒരു റാക്കറ്റിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. എന്തായാലും DRI അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കസ്റ്റംസും അതോടൊപ്പം തന്നെ പരിശോധനാ സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമാക്കുന്നു. കൂടുതൽ നിരീക്ഷണത്തിലേക്ക് വരുന്നു. ജീവനക്കാരടക്കം ഈ നിരീക്ഷണത്തിലേക്ക് വരുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അഭിലാഷ്.